ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹലോ, എല്ലാവരും ഇവിടെ ഇല്ലേ? ശ്രദ്ധിക്കുന്നുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം എടുത്തുകൊണ്ട് വന്നിട്ടില്ലേ? ടെക്സ്റ്റ് ബുക്ക് താല്പര്യമുള്ളവർക്ക് തുറന്നു വയ്ക്കാം. നോട്ട്ബുക്കും പേനയും തൊട്ടടുത്ത് വയ്ക്കണേ, തുറന്നു വയ്ക്കാം. ഞാൻ പറയുന്നതിൻ്റെ കൂടെ എഴുതിയും കൂടെ പോകണം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുകയാണ്. 8ാം ക്ലാസ്സിലുള്ള ഈ കുഞ്ഞുമക്കൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വരണേ. ഞങ്ങളുടെ ക്ലാസ്സിനെ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങ് ഏറ്റെടുക്കണമേ. ആമേൻ. എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഓർമ്മയുണ്ടോ? ഈ 10 പ്രമാണങ്ങളുടെ തിരുവചനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയോ? കിട്ടാത്തവർ ടീച്ചറിനോട് ചോദിച്ചു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിക്കണം, പഠിക്കണം, തീക്ഷ്ണത ഉണ്ടാവണം നമുക്ക്. ഈശോയുടെ കാര്യത്തിലല്ലേ, ദൈവത്തിൻ്റെ വചനമല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമുക്കൊരിക്കലും നഷ്ടം വരില്ല, ലാഭമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കാര്യത്തിൽ കൂടെ നടന്നാൽ ലാഭമേ നമുക്കുള്ളൂ, നഷ്ടം ഇല്ല. എഴുതി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ എഴുതി വയ്ക്കണം. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി സമയം കളഞ്ഞാൽ നഷ്ടമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ക്ലാസ്സിലേക്ക് വരാം. സഭ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം എന്നതായിരുന്നു നമ്മുടെ 2ാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട്. അതിൻ്റെ തുടർച്ചയാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന നമ്മുടെ ക്ലാസ്. ആദ്യ ഭാഗം നമ്മളെപ്പോഴും പറയുന്ന പോലെ പഴയ നിയമമാണ്. നമ്മളിപ്പോൾ പുതിയ നിയമത്തിലേക്ക് ഇനി വരികയാണ്. ആരാ നമ്മുടെ പുതിയ നിയമത്തിൻ്റെ നേതാവ്? ആരാ? നമ്മുടെ യേശു. ഇവിടെ എടുത്തു പറയുന്ന 2 ടൈറ്റിലുകളുണ്ട്. ഒന്ന്, ഈശോ ലോകരക്ഷകൻ, ഈശോ ഏകരക്ഷകൻ. പറയാൻ എന്തൊരു അഭിമാനമല്ലേ നമുക്ക്. ഈ രക്ഷ എന്ന് പറയുന്ന പദം വരുന്ന 2-3 തിരുവചനങ്ങളാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബൈബിൾ തുറന്നു നോക്കാൻ പറ്റുന്നവർ നോക്കിക്കോളൂ, ഞാൻ പറയുന്നതിൻ്റെ കൂടെ. പക്ഷെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് തിരുവചനം തന്നിട്ടുമുണ്ട്. വിശുദ്ധ യൗസേപ്പിതാവിനോട് ശിശുവിന് എന്തു പേര് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപിതാവ് മാലാഖയിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ആ തിരുവചനം നമുക്കൊന്ന് പഠിക്കണം. 18ാമത്തെ പേജ് ഒന്നെടുത്ത്, ഈശോ എന്ന പേര് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൗസേപ്പിനോട് പറഞ്ഞു. അടിവരയിട്ട് വരണം. 19ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ ചുവന്ന മഷിയിൽ എഴുതപ്പെട്ടതാണ്. അത് ഹൃദയത്തിൽ അതുപോലെ തന്നെ എഴുതണം. കാരണം ഈശോ രക്ഷകനാണ്, ലോകരക്ഷകനാണ്. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ ഉറപ്പ് യേശു ലോകരക്ഷകനാണെന്ന്? തെളിയിച്ചു കൊടുക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. ആരാണോ മോചിപ്പിക്കുന്നത് അവനാണ് രക്ഷകൻ. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും, കനാലിൽ വീണ കുട്ടിയെ വേറൊരു കുട്ടി ചെന്ന് രക്ഷിച്ചു, മോചിപ്പിച്ചു. നമ്മളെവിടെയാ വീണ് കിടക്കുന്നത്? പാപത്തിലാണ്. പാപത്തിൽ വീണ് കിടക്കുന്ന എന്നെ, നമ്മെ മോചിപ്പിച്ചത് ആരാ? അവൻ. ഈ അവൻ യേശു അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കഴിഞ്ഞില്ല. 2ാമത്തെ തിരുവചനത്തിലേക്ക് പോവാണ്. ഈശോ ജനിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് മാലാഖമാര് അത്യുന്നതങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട ആട്ടിടയരോട് പറഞ്ഞൊരു തിരുവചനമുണ്ട്. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. അടിവരയിടണം, രക്ഷകൻ. ആദ്യത്തെ വചനത്തിൽ എന്തായിരുന്നു? മോചിപ്പിച്ചു, അല്ലെങ്കിൽ മോചിപ്പിക്കും.
രണ്ടാമത്തേത് രക്ഷകൻ. നമുക്ക് മൂന്നാമത്തെ തിരുവചനത്തിലേക്ക് വരാം. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. സന്തോഷകരമായ രഹസ്യങ്ങളിൽ നാലാമത്തെ രഹസ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. മാതാവും യൗസേപ്പിതാവും ഒക്കെ രണ്ട് ചെറിയ ചെങ്ങാലികളെയും പിടിച്ച് അതവരുടെ ദൈവത്തിനുള്ള കാഴ്ചയാണ്. ഈ കുഞ്ഞിനെ സമർപ്പിക്കുന്നതോടുകൂടിയുള്ള കാഴ്ചയാണ്. അവർ രണ്ടുപേരും കുഞ്ഞിനെയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ഈ കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരാൾ അവിടെയുണ്ട്. അദ്ദേഹം ഒരു പ്രവാചകനാണ്. എന്താണ് ആ പ്രവാചകന്റെ പേര്? അറിയാമോ? അറിയണം. ശിമയോൻ. ഈ ശിമയോൻ പ്രവാചകൻ മുന്നോട്ട് വന്നു. ശിമയോന് വലിയ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു പ്രവാചകനാണ്. കുഞ്ഞ് ദേവാലയത്തിലേക്ക് കടന്നപ്പോൾ തന്നെ പ്രവാചകന് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പ്രവാചകൻ വന്ന് കുഞ്ഞിനെ വാങ്ങിച്ചു. എന്നിട്ട് പറഞ്ഞു, സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു. അടിവരയിടണം രക്ഷ. ഈ 3 തിരുവചനങ്ങളും നിങ്ങൾ പഠിക്കണം. കാരണം ഇത് നിങ്ങളുടെ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ്. നമ്മൾ എന്തായാലും പരീക്ഷയ്ക്ക് പഠിക്കണമല്ലോ. ഈ 3 തിരുവചനം മോചിപ്പിക്കും, നിങ്ങൾക്കായി രക്ഷകൻ, സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഈ 3 വാക്കുകളെ ഓർത്താൽ നിങ്ങൾക്ക് ആ വചനം പഠിക്കാൻ എളുപ്പം. അടുത്തത് ഈശോ ഏകരക്ഷകനാണ്. ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ തന്നെ സുവിശേഷ പ്രഘോഷണ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിന് ചേർത്തുള്ള പാട്ടുകളുണ്ട്. എവിടെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നടപടി പുസ്തകത്തിൽ 4-ാം അധ്യായം 12-ാം തിരുവചനം. മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴേ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. തിരുവചനം ഉറപ്പിച്ച് അടിവരയിട്ട് പറയുന്നു, ഏകരക്ഷകൻ, ഏകരക്ഷാ നാമം അത് യേശു എന്നാണ്. അപ്പോൾ യേശു ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ്. ബാക്കി തിരുവചനങ്ങളൊക്കെ ആ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക്. കുർബാന പുസ്തകം എല്ലാവരുടെയും കയ്യിലില്ലേ? ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് പുസ്തകം എടുത്തൊന്ന് മറിച്ച് നോക്കണം. കുർബാനയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി റൂഹാക്ഷണ പ്രാർത്ഥനയിൽ ഒരു സെൻറ്റൻസ് നമ്മുടെ അച്ഛന്മാർ ചൊല്ലുന്നതാണ്. നമ്മൾ പലപ്പോഴും വലിയ പ്രാർത്ഥനകളായതുകൊണ്ട് ഏതെങ്കിലും ലോകത്തിലായിരിക്കും. ഇതിനാണ് നിങ്ങളോട് കുർബാന പുസ്തകം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനകളൊക്കെ ഉണ്ടല്ലോ, പിതാക്കന്മാരും അച്ഛന്മാരും ഒക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് എഴുതി വച്ചിരിക്കുന്ന വചനങ്ങളാണ്. ദൈവിക രഹസ്യങ്ങൾ അതിനകത്ത് മറഞ്ഞിരിപ്പുണ്ട്. ആ സെൻറ്റൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കുർബാന പുസ്തകത്തിൽ ആ സെൻറ്റൻസ് എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അത് ചെറിയൊരു ആക്ടിവിറ്റിയാണെന്ന് ഓർമ്മ വെച്ചാൽ മതിയേ. ഈശോ മിശിഹായുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോ മിശിഹായുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ. നമ്മൾ ഏത് സഭയിൽ അംഗമാ? രക്ഷിക്കപ്പെട്ട സഭയിൽ. അതാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ ഈ പാഠത്തിൻ്റെ ആദ്യത്തേത്, രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം. ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരണം. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഇത് പറയാനായിട്ട് പറ്റും. അടുത്തത്, ഇനി ഈ രക്ഷ സ്വീകരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളോട് പറയുന്ന 1-2 കാര്യങ്ങൾ ഒന്ന് നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെച്ചേ. ആദ്യം തന്നെ വിശ്വസിക്കണം. 2, വചനം സ്വീകരിക്കണം, വചനം ജീവിക്കണം. ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കണം, വചനം സ്വീകരിക്കണം, വചനം ജീവിക്കണം. 3 കാര്യങ്ങൾ. ഇതും നമുക്ക് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. നിങ്ങളത് അറിഞ്ഞിരിക്കണം. രക്ഷ സ്വന്തമാക്കാൻ ഈശോ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 19-ാമത്തെ പേജിൻ്റെ അവസാനത്തെ വാചകം, എൻ്റെ വചനം കേൾക്കുകയും. ഇതാരാ പറയുന്നത്? ഈശോയാണ്. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഇനി എന്ത് വേണം നമുക്ക്? അവനിൽ വിശ്വസിക്കണം, അവൻ്റെ വാക്ക് കേൾക്കണം. നമുക്ക് നിത്യജീവൻ ഉറപ്പാ. അതുകൊണ്ട് ഈശോ പറയുന്നു, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ അടിവരയിട്ട് പറയുകയാണ്, സുവിശേഷം രക്ഷയിലേക്ക് നയിക്കും. നമ്മുടെ കടമയാണ്
വചനം പാലിക്കണം. നമ്മൾ പണ്ടൊരു വചനം പഠിച്ചു വെച്ചിട്ടില്ലേ? നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ ആരായിത്തീരും? നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാകും. ഇവിടെയാണ് രക്ഷയിലേക്ക് കടന്നു വരാൻ വചനം പാലിക്കണം. എങ്ങനെ ഈ വചനം പാലിക്കാന്നൊക്കെ സംശയം തോന്നും. വിശുദ്ധ കുർബാനയിൽ പറയുന്ന ആ വായിക്കുന്ന തിരുവചനം, ബൈബിളിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് വായിക്കുന്ന ആ തിരുവചന ഭാഗം, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഒരു ദിവസം ജീവിക്കാൻ നമുക്ക് പറ്റണം. ഇത് നമ്മുടെ ഉള്ളിൽ കിടന്നാൽ കൃത്യസമയത്ത് നമ്മളെ ഈശോ ഓർമ്മിപ്പിച്ചു തരും. കൂദാശകൾ അത് രക്ഷയ്ക്കുള്ള മാർഗങ്ങളാണ്. ഈ കൂദാശകളിലൂടെ സംഭവിക്കുന്നത് എന്താ? വിശുദ്ധ കുമ്പസാരത്തിൽ പാപമോചനം, അത് തന്നെ രോഗിലേപനത്തിൽ സംഭവിക്കുന്നുണ്ട്. നമുക്ക് രക്ഷ കിട്ടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവിക ജീവൻ നമ്മളിലേക്ക് വരുന്നു. രക്ഷിക്കപ്പെട്ടവരൊക്കെ ഈ കൂദാശകൾ സ്വീകരിക്കണം. നമ്മുടെ മനുഷ്യരായതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ വരും. അത് നമുക്ക് മോചിച്ച് കിട്ടണ്ടേ? അതുകൊണ്ട് കൂദാശകൾ അടുക്കൽ സ്വീകരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കിട്ടേണ്ട ബോധ്യങ്ങൾ എന്തൊക്കെയാ? എന്ത് തോന്നുന്നു ക്ലാസ് കേട്ടപ്പോൾ? ഈശോ ഏകരക്ഷകൻ, ലോകരക്ഷകൻ. അപ്പോൾ എന്ത് ചെയ്യണം? എന്താ നമ്മുടെ ബോധ്യം? ഇത് തന്നെ എഴുതി വയ്ക്കൂ നോട്ട്ബുക്കിൽ. ഈശോയാണ് ഏകരക്ഷകൻ, ലോകരക്ഷകൻ. രക്ഷയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഏറ്റവും സിമ്പിളാക്കി പറഞ്ഞെന്താ? രണ്ടാമത്തെ ബോധ്യം, കൂദാശകളും തിരുവചനങ്ങളും രക്ഷയിലേക്ക് നയിക്കും. ബോധ്യം ഒന്നും കൂടെ പറഞ്ഞ്. യേശു ഏകരക്ഷകൻ എഴുതുന്നുണ്ടല്ലോ അല്ലേ? ലോകരക്ഷകൻ. മറ്റൊന്ന്, കൂദാശകളും തിരുവചനങ്ങളും എന്നെ രക്ഷയിലേക്ക് നയിക്കും. എൻ്റെ മനോഭാവം എന്തായിരിക്കണം അങ്ങനെയാണെങ്കിൽ? തിരുവചനത്തോട് ഒരു താല്പര്യം. കൂദാശകൾ, പ്രത്യേകിച്ചും കുമ്പസാരം, കുർബാനയൊക്കെ സ്വീകരിക്കാൻ വലിയൊരു ആഗ്രഹമുള്ളിൽ, അതായിരിക്കണം മനോഭാവം. ശീലം എന്തായിരിക്കും? ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങളങ്ങനെ ആയിത്തീരണം. അതുകൊണ്ട് പറയുന്നതാണ്, എല്ലാ ദിവസവും ഒരധ്യായമെങ്കിലും തിരുവചനം ഒന്ന് വായിക്കുമോ? വായിക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കാൻ ശ്രമിക്കണം, ചെയ്യണം. 2 കാര്യം. ഇനി ഒരു ആക്ടിവിറ്റി തരട്ടെ നിങ്ങൾക്ക്. എല്ലാ ആഴ്ചയും ആക്ടിവിറ്റി തരുമ്പോൾ മടുപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഈശോയുടെ പിള്ളേർക്ക് മടുപ്പൊന്നുമില്ല എന്ന് എനിക്കറിയാം. അഭിമാനമാണ്, നമുക്ക് സന്തോഷമാണ്. ചെയ്യണം. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താലാണ്, പാവം ഇത്രയും ഈശോ നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ? എഴുതി വയ്ക്കൂ ആക്ടിവിറ്റി. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തേ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം. ഈശോ പറയുന്ന തിരുവചനം അത് നമ്മൾ വാങ്ങിക്കുകയാണ്. 5 പ്രാവശ്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതണം. എന്നിട്ട് ആവർത്തിച്ച് അത് ചൊല്ലണം. ഇതിന് കൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. കാരണം നമ്മളിന്ന് 2ാമത്തെ പാഠം തീർക്കുകയാണ്. 5 ചോദ്യങ്ങൾ പറയലുണ്ട്. ഇത് കാര്യങ്ങളൊക്കെ പഠിച്ചാൽ ചോദ്യങ്ങളുടെ ഉത്തരവുമായി. യോഹന്നാൻ 14:23 നമുക്ക് ആ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കാം. ഈശോ പറഞ്ഞ വചനം തന്നെയാണത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദൈവം നിങ്ങളിലും എന്നിലും വസിക്കട്ടെ. ദൈവത്തിൻ്റെ രക്ഷിക്കപ്പെട്ട സമൂഹത്തിൽ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം. ആമേൻ.